AP ഉസ്താദ് പറഞ്ഞു, യതീം കുട്ടികളെയും പാവപ്പെട്ടവരെയും സംരക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്യുമ്പോൾ ഈ കാലത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് വിദ്യാഭ്യാസം നൽകണം. ആ വിദ്യാഭ്യാസം എങ്ങനെ? കാലിക വിദ്യാഭ്യാസവും വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. അതിന് ആത്മീയ അന്തരീക്ഷം ഉണ്ടാവണം. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും നടത്തണം, ഇതിൽ അനാഥാലയവും നടത്തണം. അങ്ങനെ രണ്ട് അറബി മദ്രസ പാഠങ്ങൾ അതും പഠിപ്പിക്കണം, മറ്റ് രണ്ട് വിദ്യാഭ്യാസവും പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ BJPയുടെയും കോൺഗ്രസിന്റെയും എല്ലാം നേതാക്കൾ വളരെ ആവേശത്തോടു കൂടെ അത് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന്റെ CD ഇൻഷാ അല്ലാഹ് കുണ്ടൂരിലെ ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ അവസരം കിട്ടുമ്പോൾ നമുക്കത് പ്രദർശിപ്പിക്കാം. അപ്പോ AP ഉസ്താദ് കാന്തപുരം അന്തമാനിൽ വന്നപ്പോൾ നമ്മൾ കൂക്കിന്ന് മാത്രമേ കേട്ടു. എന്തിനാണ് കൂക്കിയത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായോ? എന്തിനാ കൂക്കിയത്? യതീം കുട്ടികളെയും സുനാമി നക്കിയെടുത്തിരിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനത്തിന് വേണ്ടി പോയ ആളെ കൂക്കി എന്ന് പറഞ്ഞാൽ അത് ത്വായിഫുകാരുടെ ബാക്കിയാണ്. നിങ്ങൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അൽ അമീനാണ്. അൽ അമീൻ ത്വായിഫിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ കൂക്കിയിട്ടുണ്ട്. അത് ചരിത്രം എഴുതിയിട്ടുണ്ട്. അൽ അമീൻ മുഹമ്മദ് മുസ്തഫ ത്വായിഫിൽ ചെന്നപ്പോൾ കുട്ടികൾ കൂക്കിയിട്ടുണ്ട്. അത് ചരിത്രം എഴുതിയിട്ടുണ്ട്. അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ത്വായിഫിൽ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ വെള്ളം കൊടുക്കാതെ വിലക്കിയിട്ടുണ്ട്. അത് ചരിത്രം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കാന്തപുരത്തെ കൂക്കി ഭയങ്കര ഒരു പോരിഷേറ്റ്. ഇന്റെ കുട്ടികൾ കൂക്കി എന്നാ മൂപ്പര് പറഞ്ഞത്. അപ്പൊ ഇയാളടുത്തേക്കൊക്കെ 4 കുട്ടികളെ കിട്ടിയാല് ഞാനിതൊരു പബ്ലിക് മീറ്റിങ്ങും മനുഷ്യനെ പ്രമേയമാക്കിയുള്ള ഒരു ചർച്ചയായ ഖുർആനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അടുക്കളയിൽ നിന്ന് പഠിച്ച മലയാളം അതിന് പ്രയോഗിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ കുട്ടികളാകുമ്പം വെറുതെ വിവരമില്ലാതെ പഠിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 200 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ മാത്രമുണ്ട്. CBSEയും അല്ലാത്തതും സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന 200 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ മാത്രമുണ്ട്. ഉസ്താദ് അന്തമാനിൽ പറഞ്ഞു, 201ാമത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും യതീംഖാനയും രണ്ടും ചേർന്നാണ് ഈ കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് അന്തമാനിൽ ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ചു. അന്തമാൻ രാജ്യത്ത് ഒരു പ്രൈം മിനിസ്റ്റർ ചെന്ന പ്രതീതിയിൽ ആയിരുന്നു ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ സ്വീകരിച്ചത്. ബൈക്കുകളും വണ്ടികളും വാഹനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഇവർ പറഞ്ഞു, കാന്തപുരം ഇവിടെ വന്നാൽ ഈ മണ്ണിൽ നിലത്ത് കുത്താൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ അത് പറയും ചെയ്തു. പകുതി വളരെ ശരിയാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ മറ്റേ കാർക്ക് നിലത്ത് കുത്താൻ അനുവദിച്ചിട്ടില്ല. അത് നിങ്ങളെ കൊണ്ട് കിട്ടിയ ഉപകാരം തന്നെയാണ്. അങ്ങനെ പല സ്ഥലത്തും നിങ്ങൾ ആ ഉപകാരം ചെയ്യലുണ്ട്. അത് തുടരട്ടെ. പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, നമുക്ക് ദീനീ പ്രവർത്തനം എന്നത് ഒരു അഹങ്കരിക്കാനുള്ള റൂട്ടല്ല. ദീനീ പ്രവർത്തനം എന്നത് ആളുകൾക്ക് വേറെ ഏതെങ്കിലും പഠിപ്പിക്കാനുള്ള റൂട്ടല്ല. മനുഷ്യനെ പ്രമേയമാക്കി അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വിശ്വാസികൾ, ആ ഖുർആനിക വിശ്വാസികൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനിത് പറഞ്ഞാൽ മനസ്സിലാകാം. പണ്ട് പൊട്ടൻകുഞ്ഞായ്മ ചന്തക്കോയ മാതിരിയാണ് ഇവരെ കാണാൻ. പൊട്ടൻകുഞ്ഞായ്മയോട് പറഞ്ഞു, ചന്തി പോയി വന്നോ. രാവിലെ നീച്ച് ചന്തി പോയി. വൈകുന്നേരം മുതലാളി ഒരു 9 മണിയാകുമ്പോൾ നീച്ച് കുഞ്ഞായ്മീനെ വിളിച്ചു. കുഞ്ഞായ്മതെ, എന്നോട് ചന്തി പോകാൻ പറഞ്ഞ ദിവസമാണല്ലോ, എന്നിട്ട് എന്താ പോയില്ലേന്ന് ചോദിച്ചു. പോണില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയി വന്നു മുതലാളിയാണ്. എന്തിനാ ഇജ്ജ് പോയി ചോദിച്ചു. അപ്പോഴാ പൊട്ടനാണ്. അപ്പൊ മുതലാളിക്ക് ദേഷ്യം പിടിച്ചു കാണ്ട് ഓൻ്റെ ചെവി ഉണ്ടായി. അപ്പോൾ ഒറ്റ ചെവിയാനായി കുഞ്ഞായ്മത്. കുഞ്ഞായ്മ ഇങ്ങനെ ഒറ്റ ചെവിയാനായി നടക്കുമ്പോഴാണ് പിറ്റേത്തെ ആഴ്ചത്തെ ചന്ത വന്നത്.
ചന്തയിൽ ഇപ്പം വെറുതെ ഒന്ന് പോയി നോക്കുമ്പോണ്ട് ഒരു ചങ്ങാതിന്റെ 2 ചെവിയില്ലാതെ ഇങ്ങനൊക്കെ. അപ്പോഴാ കുഞ്ഞായ്മ ചോദിച്ചു, ആഹാ ഇജ്ജ് 2 വട്ടം ചന്തക്ക് വയ്ക്കണില്ലേ എന്ന് ചോദിച്ചു. ആ രീതിയിലുള്ള ആളുകൾ നമ്മളെ സ്റ്റേജിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഉണ്ടായാൽ എന്താ ചെയ്യും? ഒരു നാട്ടിൽ, ഈ നാട്ടിൽ കുണ്ടൂർ ഉസ്താദ് ജനിച്ചു വളർന്ന നാടല്ലേ, ഇവിടെ കുണ്ടൂർ ഉസ്താദിനെ പുതുതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ? AP ഉസ്താദിനെ കേരള മണ്ണിനോ ഇന്ത്യൻ ജനങ്ങൾക്കോ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ വിഭാഗം പഠിച്ചതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, നമുക്ക് ഇതൊന്നും പറഞ്ഞ് നേരം കളയേണ്ട കാലഘട്ടമല്ല. വേദനിക്കുന്ന, കണ്ണീര് കുടിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ മുമ്പിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ എന്നല്ല ഞാൻ പറയുന്നത്, മുസ്ലിം സമുദായത്തെയും മറ്റു സമൂഹത്തെയും ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ മോചിപ്പിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ നാം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി ജനമധ്യത്തിൽ ഇറങ്ങണം. നാം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ജനമധ്യത്തിൽ ഇറങ്ങണം. നാം കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളുമായി ജനമധ്യത്തിൽ ഇറങ്ങണം. അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട വിഭാഗമാണ് മുസ്ലിം സഹോദരന്മാർ, പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്വീകരിച്ചു പോകുന്ന ആളുകൾ. എന്താണ് ഔലിയാക്കളുടെ മാതൃക? ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് സ്വീകരിച്ചിരുന്നത് റിഫായി ശൈഖ് തങ്ങളുടെ മാതൃകയായിരുന്നു. ഈ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ആരാണ് റിഫായി ശൈഖ് തങ്ങൾ? സുൽത്താനുൽ ആരിഫീൻ. സുൽത്താനുൽ ആരിഫീൻ ഔലിയാക്കന്മാരുടെ മർത്തബയിൽ വളരെ പ്രധാനപ്പെട്ട പദവിയുള്ളവരാണ് ആരിഫീങ്ങൾ എന്ന പദവിയിലിരിക്കുന്നവർ. അവർക്ക് നേതാവാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഇഹ്സാനിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇഹ്സാൻ അതെങ്ങനെയായിരുന്നു? സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ അക്കാലത്ത്, പഴയ കാലത്ത് ഈ ചന്തള്ള കാലാണ്. ചന്ത അറിയും? ഇപ്പൊ ചന്ത ഉണ്ടോ? ചന്ത പോയില്ലേ? ഇപ്പൊ ചന്തല്ല, ഇപ്പൊ കാലിച്ചന്ത പോലത്തെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നടക്കണമെങ്കിലുള്ളൂ അല്ലേ? സാധാരണ ചന്തപ്പല്ല, പഴയ കാലത്താണ്. ഇപ്പൊ ഇനി ചന്തന്റെ ആവശ്യമല്ല. പണ്ട് ചന്തയിലാണ് എല്ലാ സാധനവും ആദായത്തിൽ കിട്ടുക. ഇപ്പൊ എന്തായാലും ചന്തന്റെ ആവശ്യം. ഇപ്പൊ നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ തന്നെ യാ അല്ലാ എല്ലാ ആനുകൂല്യം അവിടെ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്. ഇപ്പൊ ആ വർത്താനുണ്ടെങ്കിൽ അത്രയും ആനുകൂല്യം കിട്ടുമ്പോൾ പിന്നെ ചന്തന്റെ ആവശ്യമില്ല. ഈ ചന്തള്ള കാലാണ് അന്ന്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആഴ്ച ചന്ത വരുന്ന ദിവസം നേരത്തെ, സാധാരണത്തെക്കാൾ കൂടുതൽ നേരത്തെ എഴുന്നേറ്റ് പതിവായി ചെയ്യുന്ന ഇബാദത്തുകൾ, ഔറാദുകളും ദിക്റുകളും കാര്യങ്ങളും ഒക്കെ നേരത്തെ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചന്ത ദിവസം അതിരാവിലെ ബഹുമാനപ്പെട്ടവർ മെയിൻ റോഡിന്റെ വക്കത്തെത്തുകയാണ്. ആളുകൾ ധാരാളമായി നടന്നു പോകുന്ന റോഡ് വക്കിൽ വരും. എന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാത്തു നിൽക്കുക. ആരെയാണ് കാത്തു നിൽക്കുന്നത്? ചന്ത ദിവസമാണ് മുതലാളിമാരും ബിസിനസ്സുകാരും സാധാരണക്കാരും ഒക്കെ ജീവിതത്തിന്റെ ഉപാധി കണ്ടെത്തുന്നത് ചന്തയിൽ വെച്ചാണ്. അന്ന് തന്നെയാണ് കണ്ണു കാണാത്തവരും നടക്കാൻ വയ്യാത്തവരുമായ വികലാംഗരും അവരുടെ ഒരാഴ്ച ജീവിതത്തെ സമ്പാദിക്കുന്നത് ചന്തയിൽ വെച്ചാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കും. വഴിയിൽ കാത്തു നിൽക്കുമ്പോൾ അതാ വരുന്നു കണ്ണു കാണാത്ത വ്യക്തി. റിഫായി ശൈഖ് തങ്ങൾ ഓടിച്ചെന്നിട്ട് ആ കണ്ണ് കാണാത്ത വ്യക്തിയെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പിടിച്ചു. അവരെ കൈ പിടിച്ചിട്ട് ആ റോട്ടിൽ നിന്ന് ചന്തയിലേക്ക് ചിലപ്പോൾ 20 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 25 കിലോമീറ്റർ ഒക്കെ ദൂരം കണ്ണ് കാണാത്ത ആളുടെ കയ്യും പിടിച്ചുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് നടക്കുകയാണ്, അദ്ദേഹത്തിനൊരു സഹായമായി. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വഴിയോരത്ത് കാത്തു നിൽക്കുമ്പോൾ 2 കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ വേച്ച് വലിഞ്ഞു നടക്കുന്ന ഒരാൾ, വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന ആൾ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഓടിച്ചെന്നു, വാരിയെടുത്ത് അദ്ദേഹത്തെ ചുമലിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചുമലിൽ വെച്ചുകൊണ്ട് ചന്തയിലേക്ക് നടക്കും. എന്നിട്ട് ആ കാലുകൊണ്ട് നടക്കാൻ വയ്യാത്ത ആളെ ചുമലിലേറ്റി ചന്തയിലേക്ക് പോകുമ്പോൾ അതാ വഴിക്ക് കണ്ണ് കാണാത്ത ഒരാൾ അപ്പുറത്തുനിന്ന് വരും. അദ്ദേഹത്തെ ഒരു കയ്യിൽ പിടിച്ചു,
ഒരു കയ്യിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളും മറ്റേ ചുമലിൽ നടക്കാൻ വയ്യാത്ത വികലാംഗനായ ആളും. സുബ്ഹാനല്ലാഹ്, ഒരു കയ്യിൽ കുരുടൻ, ഒരു കയ്യിൽ നടക്കാൻ വയ്യാത്ത വികലാംഗൻ. ഈ ചുമലിൽ അദ്ദേഹത്തെയും മറ്റേ കയ്യിൽ കണ്ണുവട്ടനെയും പിടിച്ചുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് പോകുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ സഹോദരങ്ങളെ. ചന്തയിൽ അവരെ എത്തിച്ചു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ ചന്തയിലെ പ്രമുഖ കച്ചവടക്കാരോടൊക്കെ പോയിട്ട് പറയുന്നു, അതാ ആ ഇരിക്കുന്ന ആൾക്ക് നടക്കാൻ വയ്യാത്ത ആളാ, നിങ്ങളുടെ സ്വതക്കകളും ദാനധർമ്മങ്ങളും അദ്ദേഹത്തിന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. അതിന് തൊട്ടടുത്തിരിക്കുന്ന ആൾ കണ്ണു കാണാത്ത ആളാ, അദ്ദേഹത്തിന് നിങ്ങൾ സ്വതക്കകൾ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് മാതൃക കാണിച്ച വലിയാണ് സുൽത്താനുൽ ആരിഫീൻ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അതാണ് കുണ്ടൂർ ഉസ്താദ് ഈ രാജ്യത്ത് ചെയ്തത്. പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, വികലാംഗർക്ക് വേണ്ടി. അതാണ് AP ഉസ്താദ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. AP ഉസ്താദ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഔലിയാക്കളുടെ മാതൃകയാണ്. നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, അഥവാ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തിരിക്കുന്ന നിഅമത്തിനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കുക. അതാണ് ചെയ്തു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയാണ് ചെയ്തത്? മർക്കസ് എന്ന സ്ഥാപനത്തിന് കീഴിലുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. ആ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ 700 മക്കളാണ് പഠിക്കുന്നത്. വളരെ പാവപ്പെട്ടവരും യതീം കുട്ടികളുമായി. ആ പാവപ്പെട്ട യതീം കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നു. അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും നൽകുന്നു. അവർക്ക് അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു, അവിടെ താമസിപ്പിക്കുന്നു. അവരുടെ താമസം, ഭക്ഷണം, ബാക്കി എല്ലാറ്റിനു പുറമെ വിവാഹപ്രായമെത്തിയ യതീമായ കുട്ടികളെ ആ സ്ഥാപനത്തിന്റെ വകയായി വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഒത്ത വരനെ കുടുംബങ്ങൾ കണ്ടെത്തിയാൽ ആ വരനെ കണ്ടെത്തിയ സാഹചര്യത്തിൽ നേരെ അവർ വരുന്നത് AP ഉസ്താദിന്റെ അടുക്കലേക്കാണ്. 10 പവന്റെ സ്വർണ്ണാഭരണം ആ കുട്ടിക്ക് ഒരു സമ്മാനമായി. ഈ യതീമായ കുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരന് 10,000 രൂപ മഹർ വാങ്ങാൻ ഒരു പാരിതോഷികമായി. അങ്ങനെ അവിടെ പഠിച്ച കുട്ടികളെ ആ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാസിമി, ഇതാണോ കാന്തപുരത്തെ നിങ്ങൾ വിമർശിക്കുന്നത്? ഇതിനാണോ കാന്തപുരത്തെ നിങ്ങളും കുട്ടികളും ആട്ടിയത്? സുനാമിയിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ടുകൊണ്ട് കണ്ണീരിൽ കഴിയുന്ന ആളുകളെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അദ്ദേഹം അന്തമാൻ ദ്വീപിലെത്തിയതാണോ നിങ്ങൾക്ക് അസൂയ തോന്നിയത്? അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ അദ്ദേഹത്തെ ആട്ടിയത്? ഞാനും എൻ്റെ കുട്ടികളും ആട്ടി. എവിടെ നിന്നാണ് നിങ്ങൾ മനുഷ്യത്വം പഠിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾ ഇസ്ലാം പഠിച്ചത്? ഇസ്ലാമികമായ വിഷയങ്ങളുടെ ചർച്ചകളിൽ ലോക പണ്ഡിതന്മാർ സമ്മേളിക്കുമ്പോൾ ആ സമ്മേളനങ്ങളിലേക്ക് ലോക പണ്ഡിതന്മാർ ക്ഷണിക്കപ്പെടുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി പറയപ്പെടുന്ന പേര് ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്. അത് കാന്തപുരം ഉസ്താദാണ്. അത് ഖത്തറിലും, അത് മൊറോക്കോവിലും, അത് അമേരിക്കയിലും, അത് UAE-യിലും, അത് ബഹ്റൈനിലും എല്ലാം ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് പോകുന്നത് കാന്തപുരം ഉസ്താദാണ്. അതിന് പോകുന്നു എന്നതാണോ നിങ്ങൾ അദ്ദേഹത്തെ ആട്ടിയോടിക്കാൻ? കേരളത്തിന് പുറത്ത് മൈസൂരിലും, അതുപോലെ തന്നെ ബാംഗ്ലൂരിലും, അതുപോലെ തന്നെ ചെന്നൈയിലും, അതുപോലെ തന്നെ വിശാഖപട്ടണത്തും, അതുപോലെ തന്നെ തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധാരാളം സേവന പ്രവർത്തനങ്ങൾ. ആ സേവന പ്രവർത്തനങ്ങളാണോ നിങ്ങൾ അദ്ദേഹത്തെ ആട്ടി എന്ന് പറയാൻ? നിങ്ങൾ അദ്ദേഹത്തെ കൂക്കി വിളിച്ചത് ആ സേവന പ്രവർത്തനങ്ങൾക്കാണോ? എനിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരോട്, ഈ നാട്ടിലെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ രാജ്യം, ഈ രാജ്യത്തെ ജനങ്ങൾ, അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് ആരാണോ മുന്നോട്ട് വരുന്നത്, അവർക്ക് നമ്മെ കൊണ്ട് സഹായം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ആളുകളെ ആക്ഷേപിക്കാതിരിക്കാനെങ്കിലും ഒരു സാമാന്യ മര്യാദ നമ്മുടെ കയ്യിൽ വേണ്ടേ? അതുപോലും പാലിക്കാത്ത ഒരവസ്ഥയിലേക്ക്
പണ്ഡിത രൂപത്തിലുള്ള ആളുകൾ അധപ്പതിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇത് അന്ത്യനാളിന്റെ ലക്ഷണമായി മനസ്സിലാക്കാനല്ലാതെ മറ്റെന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാട്ടിലതാ ഒരു പട്ടി, ആ പട്ടിക്ക് രോഗമായ പട്ടിക്ക് ഒരു പ്രത്യേക തരം രോഗമായിട്ട് ആ പട്ടിയുടെ ശരീരത്തിൽ തൊലി ഇങ്ങനെ പഴുത്ത് വരിക. അതിങ്ങനെ പഴുത്ത് അതിൽ നിന്ന് മാംസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതി. പട്ടിയുടെ ശരീരം ആകെ ഓട്ടയായിട്ട് മുറിവുകൾ. അങ്ങനെ പട്ടി വേദനപ്പെട്ട് നാട്ടിലാകെ കരഞ്ഞു നടക്കുമ്പോൾ ആരും അതിനെ സംരക്ഷിക്കാനില്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ പട്ടി വേദനപ്പെട്ട് കരഞ്ഞപ്പോൾ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കൊട പോലത്തെ ഒരു കൂടുണ്ടാക്കി. കൊട ഇങ്ങനെ പൂട്ടി വെച്ചാലുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ഒരു പകുതി പൂട്ടിയിട്ട് ഇങ്ങനെ ശീലക്കൊട വെച്ചാൽ അതേപോലെ ഒരു മിവല്ലത്ത് പോലത്തെ ഒരു കൂടിങ്ങനെ ഉണ്ടാക്കി റിഫായി ശൈഖ് തങ്ങൾ. എന്നിട്ട് അതിൽ പട്ടിക്ക് കടക്കാൻ വേണ്ടി ഇലകളൊക്കെ വിരിച്ചു കൊടുത്തു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മലയിൽ കയറി പച്ചമരുന്നുകൾ പറിച്ചുണ്ടാക്കി. ആ പറിച്ചുണ്ടാക്കിയ പച്ചമരുന്നുകൾ ജെയ്ത്തെണ്ണയിൽ വെച്ച് ചൂടാക്കി. എന്നിട്ട് ആ ജെയ്ത്തെണ്ണയിൽ വെച്ച് കാച്ചിയിരിക്കുന്ന പച്ചമരുന്ന് ആ പട്ടിയുടെ ശരീരത്തിന് ഇങ്ങനെ പുരട്ടി കൊടുക്കാൻ തുടങ്ങി. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ പട്ടിയെ ശുശ്രൂഷിക്കുന്നു, ആ പട്ടിയെ ചികിത്സിക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ പട്ടിക്ക് 40 ദിവസത്തെ ചികിത്സ നടത്തിയപ്പോൾ ആ പട്ടി നല്ല ആരോഗ്യമുള്ള പട്ടിയായി, നല്ല അസുഖങ്ങളൊക്കെ സുഖപ്പെട്ടു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസുഖങ്ങളൊക്കെ സുഖപ്പെട്ടപ്പോൾ നാട്ടുകാർ ചോദിച്ചു, അല്ല അഹ്മദുൽ കബീർ എന്നവരെ, നിങ്ങൾ എന്താ ഈ പട്ടിയെ ചികിത്സിക്കാൻ? ആ സമയത്ത് റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നത്, പട്ടിക്ക് രോഗമാണ്, രോഗം ചോദിച്ചു വാങ്ങിയതല്ല, രോഗം ആർക്കും വരാവുന്നതാണ്. മനുഷ്യരായ നമുക്ക് രോഗത്തിന്റെ ചികിത്സ അറിയാം, പട്ടിക്ക് രോഗത്തിന്റെ ചികിത്സ അറിയില്ല. ചികിത്സ അറിയുന്ന നമ്മുടെ മുമ്പിൽ ദയനീയമായി ആ പട്ടി കരഞ്ഞു വന്നിട്ട് നാം അതിന് ചികിത്സ നൽകാതിരുന്നാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആ പട്ടി വന്നിട്ട് പറയുകയാണ്, പടച്ചവനെ, ഞാൻ അഹ്മദുൽ കബീറിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വേദനപ്പെട്ട് ചെന്നിട്ട് എനിക്ക് മരുന്ന് പോലും തന്നില്ല എന്ന് ആ പട്ടി റബ്ബിന്റെ മുമ്പിൽ കേസ് പറഞ്ഞാലോ? അതുകൊണ്ടാണ് ഞാൻ ആ പട്ടിക്ക് ഭക്ഷണം കൊടുത്ത് ചികിത്സിച്ചത്. ഇതാണ് വഅസ്സിനു. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കണം. അതാണ് ഔലിയാക്കൾ കാണിച്ചു തന്ന മാതൃക. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, മഹാന്മാർ, ഔലിയാക്കൾ അവരിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രൂപത്തിൽ ഈ സമൂഹത്തെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്ന പള്ളികൾ, മദ്രസകൾ, യതീംഖാനകൾ, കോളേജുകൾ, ബിരുദം നൽകുന്ന സ്ഥാപനങ്ങൾ, ബിരുദാനന്തര ബിരുദം നൽകുന്ന സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ എന്നിങ്ങനെ തുടങ്ങി കേരളത്തിൽ ആയിരക്കണക്കിന്, കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രവർത്തിച്ചു വരുന്നു. അത് ഞങ്ങളുടേതാണ്. നേരത്തെ സമസ്തയിൽ സ്ഥാപിച്ചത് അത് നമ്മളതാണ്. തറവാട്ടില് ഒരുമിച്ചുണ്ടാക്കിയ സ്വത്ത്, മകൻ ഗൾഫിൽ പോയി അധ്വാനിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന സ്വന്തം സ്വത്ത്, സ്വന്തം പെരയും കൂടിയൊക്കെ 2 തട്ടുള്ള നല്ല ഉഷാറുള്ള പെര. തറവാട് പഴയ ഓടക്കെട്ട്, പഴയ രാജകീയ പദവിയിൽ നിൽക്കുന്ന പെര. അത് ഞമ്മളത്, ഇത് ബൻ്റെത് എന്ന മാതിരിയാണ് ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ആരുതാണ്? അത് ഞമ്മളതാ. മറ്റതോ ഈ അവകാശപ്പെടുന്ന നിങ്ങളിവിടെ എന്താ ഉണ്ടാക്കിയത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അൽഹംദുലില്ലാ കാര്യങ്ങൾ വളരെ വ്യക്തമായി വരുന്നു. അതായത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്, പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം സമസ്ത എന്ന പണ്ഡിത സഭയെ 2ആയി പിളർന്നു. കുറച്ച് പണ്ഡിതന്മാരപ്പുറത്ത്, കുറച്ച് പണ്ഡിതന്മാർ ഇപ്പുറത്ത്. ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളോട്, പ്രവർത്തകരോട് ഞങ്ങൾ നേരത്തെ പറയാറുണ്ട്, പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകരെ, ഈ കേസിൽ നിങ്ങളൊന്ന് മാറി നിൽക്കും.
നിങ്ങൾ ഈ കേസിലൊന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു മധ്യസ്ഥന്റെ റൂളിൽ നിൽക്കും. ഞങ്ങൾ ഈ സംഘടന പിളർന്ന് രണ്ടായി നിൽക്കുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളൊന്ന് നേർക്ക് നേരെ ഒന്ന് ആലോചിക്കട്ടെ. ഇപ്പുറത്ത് ഒരു കേസിന് ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പുറത്തെ കേസിന് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ വരട്ടെ. എന്നിട്ട് ഞങ്ങളൊന്ന് മുഖാമുഖം ഇതിന്റെ നിജസ്ഥിതിയും കേസും പോലീസും ഒക്കെ ഒന്ന് കളിക്കട്ടെ. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഒന്ന് മാറി നിൽക്കും എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളായാലും കോൺഗ്രസിന്റെ ആളുകളായാലും ഇടതുപക്ഷത്തിന്റെ ആളുകളായാലും ഒക്കെ അവരൊക്കെ ഒരു നിഷ്പക്ഷ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ കുറച്ചു പോകട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എവിടെ നിൽക്കുമെന്നത് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഇത് ഒരു പണ്ഡിതോചിതമായ വിഷയമാണ്. ആ പണ്ഡിതോചിതമായ വിഷയത്തിന് പണ്ഡിതന്മാർ അല്ല, നിങ്ങൾക്ക് സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിൽ ഭാഗവാക്കണമെന്നുണ്ടോ? നിങ്ങൾ മധ്യസ്ഥ റൂളിൽ നിൽക്കും, മധ്യസ്ഥ സ്റ്റേജിൽ നിൽക്കും. എന്നിട്ട് അപ്പുറം മൂല്യന്മാർ നിൽക്കട്ടെ, സംഘടനക്കാർ നിൽക്കട്ടെ. നമ്മളും നിങ്ങളൊറ്റ പ്രശ്നമുണ്ടായത് എങ്ങനെയാണ്? അപ്പുറത്തെ ഈ ആളുകൾ, കാസിമിയെ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും മറ്റും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൂട്ടി വരുമ്പോൾ അവിടെയാണ് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട അനാവശ്യമായ അവസ്ഥ വരുന്നത്. ഒരിക്കലും ലീഗ് പ്രവർത്തകരുമായും സുന്നികളുമായും ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. ലീഗ് പ്രവർത്തകരും കോൺഗ്രസുകാരുമായി ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. നമുക്കിടയിലല്ല പ്രശ്നമുള്ളത്. നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമാണ്. ആ നഷ്ടക്കച്ചവടത്തിൽ നിന്ന് നിങ്ങളെ പ്രസ്ഥാനത്തെ മോചിപ്പിച്ചെടുക്കാൻ അൽഹംദുലില്ലാ ഈ അഹമ്മദ് സാഹിബിനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആളുകൾ കാന്തപുരവുമായി ചർച്ചക്ക്, ഉള്ളാൾ തങ്ങളുമായി ചർച്ചക്ക്, ഖലീൽ തങ്ങളുമായി ചർച്ചക്ക് ഒക്കെ നടന്നു. ഒരുപാട് ചർച്ചകൾ ഇനിയും നടക്കാനിരിക്കുന്നു. സന്തോഷകരമായ അവസ്ഥ വരട്ടെ. പണ്ഡിത സഭ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ സമസ്ത എന്ന പണ്ഡിത സഭ ധാരാളം പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട്. ആ പണ്ഡിത സഭ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി പോയി. അല്ലാഹു തആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോൾ തൊട്ടടുത്ത കസേരയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് അത് താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളാണ്. അല്ലാഹു തആല തങ്ങളവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി, പ്രസിഡന്റ് വഫാത്തായി പോയി. ഇപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നത് താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാനാണ് ഈ രാജ്യത്തുള്ളത്. ആരാണ് ഉള്ളാളത്തെ തങ്ങൾ? വയസ്സ് ഹിജറ വർഷപ്രകാരം വയസ്സ് 90-ലോ 90-ന് മുകളിലോ എത്തി നിൽക്കുക. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ 20ാമത്തെ ഹജ്ജ് കഴിഞ്ഞാണ് ഈ പ്രാവശ്യം തങ്ങൾ ഹജ്ജ് യാത്ര കഴിഞ്ഞെത്തിയത്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മതവിധികളുടെ വിധി പ്രഖ്യാപനത്തിന് ഫത്വ എന്നാണ് പറയുക. ആ ഫത്വക്ക് ആധാരമായ ഗ്രന്ഥമായ തുഹഫ. ആ തുഹഫ എന്ന കിതാബ് നിങ്ങൾക്കറിയുമോ? 10 വാള്യമാണ്. ആ 10 വാള്യങ്ങളിലെ ഓരോ വാള്യവും 500-ഉം 600-ഉം പേജുകളുള്ളതാണ്. അങ്ങനെയുള്ള തുഹഫ പോലത്തെ കിതാബ് മറിച്ചു നോക്കാതെ കാണാതെ ദർസ് നടത്തിക്കൊടുക്കുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണ് ബുഖാരി. ആ ബുഖാരി ഷരീഫ് 100 കണക്കിന് തവണ കാണാതെ ദർസ് നടത്തിക്കൊടുത്തുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളെപ്പറ്റി നാം അറിയണം. നമ്മൾ ഇന്ന് ആരോഗ്യമുള്ള സമയത്ത് പോലും നമ്മൾ ദിവസവും വിത്ർ 11 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ? നമ്മൾ ആരോഗ്യമുള്ള സമയമാണ്, എന്നിട്ട് നമ്മൾ 11 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 റക്അത്ത് അല്ലാതെ ഒരിക്കലും വിത്ർ നിസ്കരിക്കാറില്ല. ഏതൊരു സുന്നത്ത് നിസ്കരിക്കുന്നോ ദുഹ അതിന്റെ പൂർണ്ണമായ റക്അത്തുകൾ, ഓരോന്നും അതിന്റെ പൂർണ്ണമായ രീതിയിൽ ചെയ്തുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ. ആ താജുൽ ഉലമ തങ്ങളാണ് ഇന്ന് സമസ്ത എന്ന പണ്ഡിത സഭയുടെ അധ്യക്ഷൻ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ,
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി നേരത്തെ ശംസുൽ ഉലമ EK ഉസ്താദ് ഉണ്ടായിരുന്നു. അവരെ ദർജ അല്ലാഹു ഉയർത്തട്ടെ. വഫാത്തായിപ്പോയി. ബഹുമാനപ്പെട്ടവർ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത കസേരയിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ആര്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് സമസ്തയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പണ്ഡിതന്മാരാണ് നേതൃത്വം, സയ്യിദന്മാരാണ് നേതൃത്വം. അവർക്കുള്ള പിമ്പലം, ഈ മഹാന്മാർക്കുള്ള കുണ്ടൂർ ഉസ്താദിനെ പോലുള്ള നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിച്ച് കണ്ട ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ, ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ള, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര മഹാന്മാർ. ആ മഹാന്മാരെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാന്തപുരം ഉസ്താദിനെയും അതുപോലെ തന്നെ താജുൽ ഉലമ തങ്ങളെയും ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പോന്നിരുന്നവരാണ്. ബഹുമാനപ്പെട്ട OK ഉസ്താദിനെ പോലുള്ള പണ്ഡിത തറവാട്ടിലെ കാരണവന്മാർ അള്ളാഹു കൊടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരെല്ലാം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോന്നവരാണ്. അവരെ പിൻപറ്റിക്കൊണ്ടാണ് നാം ഈ രാജ്യത്ത് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തണം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനം. ആ വിദ്യാഭ്യാസം കാലിക വിദ്യാഭ്യാസം നൽകണം, ആത്മീയ വിദ്യാഭ്യാസം നൽകണം. ഒന്ന്. അതേപോലെ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് പരിഹാരം നൽകേണ്ടത് ആദ്യം പട്ടിണിക്ക് പരിഹാരമാണ് നൽകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്ത് കടൽക്ഷോഭമുണ്ടായി, പ്രകൃതിക്ഷോഭമുണ്ടായി. ഇപ്പൊ ഞങ്ങളെ നിലമ്പൂര് ആ ഭാഗത്തൊക്കെ മലയോരങ്ങളിൽ ഉരുൾപൊട്ടലുകളും ധാരാളമായി കെടുതികളും ഉണ്ടായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു, പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഉടനെ മറ്റെല്ലാറ്റിനും മുമ്പ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വഴി കൊടുക്കണം. കടലോരങ്ങളിലെല്ലാം ഞങ്ങൾ ആയിരക്കണക്കിന് കിൻഡൽ അരി വിതരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം. പടച്ചവൻ അതിന് പ്രതിഫലം തരണം. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ വഅഹ്സിനൂ എന്നതിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. അതേതാ? അത് അടിമയും ഉടമയും നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഭൗതിക കാര്യങ്ങളിൽ നമ്മുടെ ചിന്തയുണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഭൗതികമായ പരീക്ഷണങ്ങൾ, ഭൗതികമായ പ്രശ്നങ്ങൾ, അതിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ താഴ്ന്നവരിനേക്കാൾ. നമുക്കൊരു സാമ്പത്തിക ക്ഷീണം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, പടച്ചോനെ ഇതും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. നമ്മുടെ വീട് ഒരു ഓടിട്ട വീടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചവനെ ഇതും ഇല്ലാത്ത എത്ര ആളുണ്ട്. നമ്മുടേത് ഒരു ഓലപ്പുരയാകുമ്പോൾ പടച്ചവനെ ഇതും ഇല്ലാത്ത എത്ര ആളുണ്ട്. നമ്മൾ താഴോട്ടാ നോക്കേണ്ടത്. നമ്മുടെ വിരലിന് ഒരു വേദന, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചവനെ ശരീരം ഒട്ടാകെ വേദനയുള്ള എത്ര ആളുണ്ട്, എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഭൗതിക കാര്യങ്ങൾ നോക്കാൻ മഹാന്മാര് പഠിപ്പിച്ചത്. ആത്മീയ കാര്യങ്ങളിൽ നോക്കേണ്ടത് അങ്ങനെയല്ല, മേലോട്ടാ നോക്കേണ്ടത്. പടച്ചവനെ ഞാൻ ജുമാ മാത്രമല്ലേ നിസ്കരിക്കുന്നുള്ളൂ, എനിക്ക് 5 വക്ത് നിസ്കരിക്കണ്ടേ, അങ്ങോട്ടാ നോക്കേണ്ടത്. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട് എന്നല്ലേ ഉള്ളൂ, അത് ജമാഅത്തായി നിസ്കരിക്കണ്ടേ, അങ്ങോട്ടാ നോക്കേണ്ടത്. ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവ്വൽ ജമാഅത്ത് കിട്ടണ്ടേ, അങ്ങോട്ടാ നോക്കേണ്ടത്. ഞാൻ അവ്വൽ ജമാഅത്ത് കിട്ടുന്നുണ്ട്, എനിക്ക് 1ാമത്തെ സ്വപ്പ് കിട്ടേണ്ടേ, അങ്ങോട്ടാ പോകേണ്ടത്. ഞാൻ ഖുൽ ഹുവല്ലാഹു അല്ലേ ഓതുന്നുള്ളൂ, എനിക്ക് ഖത്തം തീർക്കണ്ടേ. ഞാൻ ഖത്തം തീർക്കുന്നല്ലേ ഉള്ളൂ, അത് എഴുത്തിക്കാപ്പിലിരുന്നാവണ്ടേ. ഞാൻ എഴുത്തിക്കാപ്പിരിക്കുന്നല്ലേ ഉള്ളൂ, അത് പാതിരാ സമയത്ത്. അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ചിന്ത വേണ്ടത് മേലോട്ടാണ്. ഭൗതിക കാര്യങ്ങളിൽ ചിന്ത വേണ്ടത് താഴോട്ടുള്ളവരെ നോക്കിയിട്ടാണ്. ഇതാണ് ഔലിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് പഠിപ്പിച്ചതിന്റെ ജീവിച്ച മാതൃകയാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. അത് ജീവിച്ച് കാണിച്ചു തന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. ഏത് പാവങ്ങൾ വരുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ. അതേസമയത്തോ കുണ്ടൂർ ഉസ്താദിന്റെ ആത്മീയ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നത്, പടച്ചവനെ അല്ലാ ഞാൻ ഇത്ര സ്വലാത്തല്ലേ ചൊല്ലിയിട്ടുള്ളൂ, മക്കളെ ഇരിക്കും കുറച്ച് സ്വലാത്തിയില്ല, മക്കളെ ഇരിക്കും കുറച്ച് സ്വലാത്തിയില്ല. എത്രായിരം സ്വലാത്തുകളാണ് ഒരു ദിവസം ചെല്ലുന്നത്, ചെല്ലിപ്പിക്കുന്നത്. എത്രായിരം സ്വലാത്തുകളാണ് ഒരു ദിവസം ചൊല്ലുന്നത്, ചൊല്ലിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ പ്രസംഗിച്ച കാസിമി അവർകളോട്, അല്ല കാസിമി, മരണപ്പെട്ടു പോയ ഒരാളെ
അനാവശ്യമായി ഒരു പൊതുവേദിയിൽ, അതും മറ്റു സമുദായക്കാരടക്കം നോക്കി നിൽക്കുന്ന ഒരു പബ്ലിക് വേദിയിൽ ഈ നാട്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിന് ചർച്ചാ വിഷയമാക്കുന്നത്? അതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? നമുക്കത് മനസ്സിലാകണ്ടേ? നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ഖുർആനും ഹദീസുകളും ഒക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഉദ്കുറു മഹാസിന മൗത്താക്കും, മരണപ്പെട്ടവർക്കുള്ള നന്മ പറഞ്ഞോളി, മരണപ്പെട്ടവർക്കുള്ള ഗുണങ്ങൾ എടുത്തു പറഞ്ഞോളി, മരണപ്പെട്ടവർ ചെയ്ത സേവനങ്ങൾ എടുത്തു പറഞ്ഞോളി. എന്തേ കാരണം? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികൾ നിങ്ങളാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികൾ നിങ്ങളാണ്. നിങ്ങളെ സാക്ഷി അള്ളാഹു തആല സ്വീകരിക്കും. ഒരു ജനാസ, ആ ജനാസക്ക് മുമ്പിൽ സ്വഹാബാക്കൾ പറയുന്നു, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. അപ്പ നബിതങ്ങൾ പറഞ്ഞു, വജബത്ത്, അയാളെ കാര്യം തീരുമാനമായി. മറ്റൊരു ജനാസ, ആ ജനാസയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അയാളുടെ ജീവിതത്തിലെ പോരായ്മകളും കാര്യങ്ങളും മാത്രം ആളുകൾ ചർച്ച ചെയ്യുന്നു. നബിതങ്ങൾ പറഞ്ഞു, വജബത്ത്, അയാളെ കാര്യം തീരുമാനമായി. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, മാ വജബത്ത് യാ റസൂലല്ലാഹ്, ഒരാളെപ്പറ്റി ഞങ്ങൾ ഗുണം പറഞ്ഞു, അപ്പോഴും ഞങ്ങൾ പറഞ്ഞു തീരുമാനമായി. ദോഷം പറഞ്ഞപ്പോഴും പറഞ്ഞു തീരുമാനമായി. മാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താ തീരുമാനമായതാവോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബാക്കളെ, ഈ രാജ്യത്ത് ജീവിച്ച മനുഷ്യന്മാർ നിങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത്, നിങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത്. ആ മനുഷ്യന്റെ കുട്ടിപ്രായം, അയാളുടെ യുവത്വപ്രായം, അയാളുടെ വയസ്സായ പ്രായം, അയാൾക്ക് ആരോഗ്യമുണ്ടായപ്പോൾ, പണമുണ്ടായപ്പോൾ, പട്ടിണിയായപ്പോൾ, ദാരിദ്ര്യമായപ്പോൾ, അക്കാലത്ത് നോമ്പ് വന്നപ്പോൾ, ചൂടുകാലം വന്നപ്പോൾ, തണുപ്പ് കാലം വന്നപ്പോൾ, ഗൾഫ് വിശേഷങ്ങളൊക്കെ വന്നപ്പോൾ, മറ്റ് സൗകര്യങ്ങൾ എത്തിയപ്പോൾ, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിവിധ മേഖലകളിലെല്ലാം അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ പറഞ്ഞില്ലേ അയാൾ നല്ല ആളാണ്, നല്ല ആളാണ്. വജബത്ത്, അയാളെ കാര്യത്തിൽ സ്വർഗം തീരുമാനമായി. നിങ്ങളെ സാക്ഷി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അയാളെ കാര്യത്തിൽ സ്വർഗം തീരുമാനമായി. മറ്റേ ആളെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? അയാൾ വാങ്ങിയാൽ കൊടുക്കാത്ത ആളാണ്. എത്ര ആൾക്കാണ് കൊടുക്കാനുള്ളത്? ഒരാൾക്കും അക്കളവാട് വീട്ടാത്ത ആളാണ്. ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? വജബത്ത്, അയാളെ കാര്യത്തിൽ നരകം തീരുമാനമായി. പരിചയം അയാളെ പറ്റി നിങ്ങൾക്കാണ്. എന്നിട്ട് റസൂലുള്ള മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത വസിയത്ത് എന്താ? മുസ്ലിമീങ്ങളോട് റസൂലുള്ള പറഞ്ഞ വസിയത്ത് എന്താ? ഉദ്കുറു മഹാസിന മൗത്താക്കും, മരണപ്പെട്ട ആളുകൾക്കുള്ള നന്മ പറഞ്ഞോളിയും കേട്ടോ, നന്മ പറഞ്ഞോളി, മരണപ്പെട്ട ആളുകൾക്കുള്ള നന്മ പറഞ്ഞോളി. ഇത് പഠിപ്പിച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ പണ്ഡിത വേഷധാരി നിങ്ങളെങ്ങനെ ഒരു പൊതു സ്റ്റേജിൽ വന്നുകൊണ്ട് മരണപ്പെട്ട പോയ ആളുകളെ പറ്റി നാനാജാതി ജനങ്ങളുള്ള ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് ആക്ഷേപം പറയുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ് മൗലവി? ക്രമേണ വഹാബിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവരുടെ ലക്ഷണങ്ങൾ. സലാമത്ത് നഗർ എന്ന പേരിൽ സലാത്ത് നഗറിന്റെ തൊട്ടടുത്ത് ഒരു വേദി സംഘടിപ്പിച്ചു. വഹാബികൾ പറഞ്ഞ വാക്കുകളെല്ലാം കടമെടുത്തുകൊണ്ട് പ്രസംഗിച്ചു മുഴുവൻ തലപ്പാവുധാരികൾ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞിരുന്ന കളിയാക്കൽ പ്രസംഗം അത് കടമെടുത്ത് പ്രസംഗിച്ചു മുഴുവൻ മൗലവിമാരും. സ്വലാത്തിനെയും അവിടുത്തെ പ്രാർത്ഥനയെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് വഹാബിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഖുതുബയ്ക്ക് മുമ്പുണ്ട് ഇവർക്കൊരു തറപ്രസംഗം. ആ തറപ്രസംഗത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും അത് പാടില്ലെന്ന് ആണയിട്ട് ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. ആ ഇ.കെ. ഉസ്താദിന്റെ അനുയായികൾ എന്ന് പറയുന്ന ഇവരിപ്പോൾ എല്ലാ പള്ളികളിലും തറപ്രസംഗം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഓടിക്കൊണ്ടിരിക്കുന്നു. വഹാബിയത്തിലേക്കുള്ള പോക്കാണ്, വഹാബിയത്തിലേക്കുള്ള പോക്കാണ്. വഹാബി മൗലവിമാരെ മദ്ഹ് പറഞ്ഞുകൊണ്ടാണ് കാസിമിയുടെ പുസ്തകം. വഹാബി മൗലവിമാരെ മദ്ഹ് പറഞ്ഞുകൊണ്ടാണ് കാസിമി ഇവിടെ പ്രസംഗിച്ച കാസിമി ഇവിടെ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പുസ്തകം. പള്ളിപ്രവേശം ഹറാമാണെന്ന് ഒറ്റയടിക്ക് സലഫി പണ്ഡിതർ പറയുന്നില്ല. ഗൾഫ് സലഫീസത്തെ പറ്റി പറഞ്ഞു വരികയാണ് അയാൾ. എന്നിട്ട് പറയാ പള്ളിപ്രവേശം ഹറാമാണെന്ന് ഒറ്റയടിക്ക് അവർ പറയുന്നില്ല. എല്ലാ ഉപാധികളും ഒത്തിണങ്ങിയാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നും അപ്പോഴും വീട് തന്നെയാണ് ഉത്തമമെന്നും അവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടേത് പറഞ്ഞിട്ട് ഇയാളെ വക പറയാ
കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിച്ച പണ്ഡിതന്മാർക്ക് ഈ രീതിയിലല്ലേ ഫത്വ നൽകാൻ പറ്റൂ. കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിച്ച പണ്ഡിതന്മാർക്ക് ഈ രീതിയിലല്ലേ ഫത്വ നൽകാൻ പറ്റൂ എന്ന് വഹാബി പണ്ഡിതന്മാർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്ന കാസിമി, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? ഈ സമൂഹത്തെ സമസ്ത എന്ന പേരും പറഞ്ഞ്, സുന്നത്ത് ജമാഅത്ത് എന്ന പേരും പറഞ്ഞ്, സുന്നി സമ്മേളനം എന്ന പേരും പറഞ്ഞ് ജനങ്ങളെ കുഫിരിയത്തിലേക്കും ജനങ്ങളെ ബിദ്അത്തിലേക്കും റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഈ ഏജൻസികളെ, നാട്ടുകാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയണം. എനിക്കെന്റെ നാട്ടുകാരോട് പറയാനുള്ളത്, ഇതൊരു നിർബന്ധ സാഹചര്യത്തിൽ പ്രസംഗിക്കേണ്ടി വന്നതാണ്. നമുക്ക് ഇപ്പോൾ പ്രസംഗിക്കേണ്ടത് ഈ വക കാര്യങ്ങളൊന്നുമല്ല. ഇന്നലെ കഴിഞ്ഞത് മെഹറാജാണ്, മറ്റന്നാൾ വരുന്നത് അടുത്തെത്തിയിരിക്കുന്നത് ബറാഅത്താണ്, അതിന്റെ തൊട്ടപ്പുറത്ത് വരുന്നത് പുണ്യ റമദാനാണ്. മുസ്ലിമീങ്ങളായ സഹോദരന്മാർ, ഈ പുണ്യദിനങ്ങൾ വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അള്ളാഹുവിന്റെ പ്രത്യേക ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണം. ആ ഉപദേശങ്ങൾ നൽകേണ്ട നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മീയ ഗുരുവായ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിനെ മോശമായി ചിത്രീകരിക്കുന്ന പ്രസംഗം നടന്നതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയാൻ നിർബന്ധിതരായതാണ്. നാട്ടുകാർ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും പറഞ്ഞു നടക്കാനല്ല ഞങ്ങളുടെ ജോലി. നമുക്കാവശ്യമായിട്ടുള്ളത്, ജനങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ മോശമായ വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് നന്മയിലേക്ക് കൊണ്ടുപോകല. എന്തുകൊണ്ട്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഞാനിവിടെ കൂടിയ എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നത്, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം. എന്നോട് ചില ആളുകളൊക്കെ പറയാറുണ്ട്, അയാൾ EK ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയണം, അയാൾ മറ്റേ ഗ്രൂപ്പാന്ന് പറഞ്ഞോളൂ. EK നിങ്ങൾ അതിൽ പ്രത്യേകം ചേർത്ത് പറയണ്ട, അതൊരു വലിയ മഹാനായ പണ്ഡിതനായിരുന്നു എന്ന് പറയുന്ന രീതിയാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബിയോട് പ്രമുഖ സ്വഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ സ്വർഗം കിട്ടണമല്ലോ, അതിനെന്താണാവോ ഞങ്ങൾ ചെയ്യേണ്ടത്? ആ സമയത്ത് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ 2 വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചു, നാവിങ്ങനെ പുറത്തേക്ക് നീട്ടി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണോ? കുഫ അലൈക ഹാദാ, ഈ സാധനത്തെ സൂക്ഷിച്ചോ, എന്നാ സ്വർഗം കിട്ടും. സ്വർഗം വേണോ? ഈ സാധനത്തെ സൂക്ഷിച്ചോ. നാവ് കൊണ്ട് എന്താ പറയുന്നത് അത് നല്ലപോലെ കാത്തോ. മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് പറ്റിയ സാധനമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെ കുറ്റം പറയാൻ പോകണ്ട, ആക്ഷേപം പറയാൻ പോകണ്ട, ഗീബത്ത് പറയാൻ പോകണ്ട, കളവ് പറയാൻ പോകണ്ട. ഇഷ്ടം പോലെ സത്യവും നന്മയും പറയാനുണ്ട്, അത് പറയുക. ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നാട്ടിൽ പിറന്നു വീണ നിങ്ങൾ, ഈ നാട്ടിലും പരിസരത്തുമായിട്ടുള്ള സഹോദരങ്ങൾ, നാം തമ്മിൽ ചെറിയ കുടുംബ വഴക്കുകൾ ഉണ്ടാകാം, ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മതപരമായ വിഷയത്തിൽ നമുക്ക് ഒരു വിഭാഗം ആളുകളോട് വെറുപ്പുണ്ട്. അതേതാ വെറുപ്പ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ ആക്ഷേപിച്ച് ജനമധ്യത്തിൽ പ്രസംഗിച്ചും മറ്റും നടക്കുന്ന വഹാബി, അവരോട് നമുക്ക് വെറുപ്പ് തന്നെയാണ്. അത് ദീനിന്റെ പേരില്ല, അത് അള്ളാന്റെ പേരിലുള്ള വെറുപ്പാണ്, അത് റസൂലുള്ളാഹിന്റെ പേരിലുള്ള വെറുപ്പാണ്. എന്തേ? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവന്റെ സാഹിത്യത്തിൽ പച്ച മലയാളത്തിൽ എഴുതുകയാണ്, മക്കത്ത് ആമിന എന്ന സ്ത്രീക്കും മക്കത്ത് അബ്ദുള്ള എന്ന പുരുഷനും ജനിച്ച മുഹമ്മദ് ജീവിച്ച് മണ്ണോട് ചേർന്ന് മണ്ണിൽ ദ്രവിച്ചു പോയി എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ സാഹിത്യം. എന്തിനാണ് ഇപ്പൊ ഈ ആമിന വെച്ച മുഹമ്മദ്, ആമിന എന്ന സ്ത്രീക്കും അബ്ദുള്ള എന്ന പുരുഷനും? ആർക്കത് മനസ്സിലാകാത്തത്? അബ്ദുള്ള എന്ന് പറഞ്ഞ ആണാണ്, ആമിന എന്ന് പറഞ്ഞ പെണ്ണാണ് എന്ന് തിരിയാത്തവരുണ്ട് അവിടെ. പിന്നെ എന്തിനാ ഈ ആമിനെ പറ്റ പ്രസവപാട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സ്ത്രീകൾക്ക് മാത്രം വേറെ എഴുതിയേക്കണം? ഇവര് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു സാഹിത്യം എന്തിനാണത്? മുഹമ്മദ് നബി ജനിച്ചതിന് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പഠിപ്പിക്കാൻ മറ്റു മതക്കാർ അടക്കം, നിരീശ്വരവാദികൾ അടക്കമുള്ള ഒരു രാജ്യത്ത് പച്ച മലയാളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുഹമ്മദ് നബിയെ ഈ രൂപത്തിൽ അവഹേളിക്കുമ്പോൾ അവനോട് വെറുപ്പ് നമുക്ക് തീർത്താ തീരാത്തതാണ്.
പക്ഷേ ആ തീർത്താ തീരാത്ത വെറുപ്പിന്റെ പേരിൽ വാളെടുത്ത് വെട്ടാൻ പോകണം എന്നല്ല. അയൽവാസിയായി വന്ന പട്ടിണി കിടക്കണുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണ്ട എന്നല്ല. പിന്നെ അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയെ ഈ രൂപത്തിൽ അവഹേളിച്ചവനാണ്. അല്ല, മറ്റുള്ളവർക്ക് മുമ്പിൽ റസൂലുള്ളാഹിനെ ഇടിച്ചുതാക്കിയവനാണ്. അത് തന്നെയാണ് വഹാബിയുടെ അസുഖം. ഈ വഹാബി മൗദൂദി എന്നത് അവർ ദീനിന്റെ വിരോധികളാണ്. അവരോടാണ് നമുക്ക് വെറുപ്പുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലീഗും കോൺഗ്രസും ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞത് എന്താ നിങ്ങൾ? അതൊക്കെ ഇവിടുത്തെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഗതികളാണ്. അതൊക്കെ ദീന്ന് രാജ്യച്ച് അയക്ക് പോകും, അയിന്ന് രാജ്യച്ച് ദീ പോകും, പിന്നെയും കാണാൻ അയക്ക് തന്നെ പോണ്, പിന്നെയും കാണാൻ ദീക്ക് തന്നെ വരുന്നത്. അതൊക്കെ ഒരു ഭൗതിക നേട്ടങ്ങളെ വിഷയങ്ങളാണ്. നമ്മുടെ വിഷയം നിൽക്കുന്നത് അവിടെയല്ല. ഈ വഹാബിക്കും മൗദൂദിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഔലിയാക്കളെയും സ്വലാത്തുകളെയും ദിക്റുകളെയും അതിന്റെ മജ്ലിസുകളെയും സാദാത്യങ്ങളെയും ഒക്കെ ആക്ഷേപിച്ച് കളിയാക്കിക്കൊണ്ട് പ്രസംഗിച്ച വാക്കുകൾ കടമെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രസംഗിച്ചും നടക്കുമ്പോൾ ജനങ്ങളെ ഇതിൽ വഞ്ചിതരാവരുത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, റമദാൻ അടുത്തെത്തിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പാകപ്പിഴവുകൾക്ക് ഖേദിച്ചു മടങ്ങി റബ്ബിനോട് തൗബ ചെയ്യേണ്ട അവസരങ്ങളാണ്. ഇതാ ഷഅബാൻ മാസം ഇന്ന് മാസപ്പിറവി കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ഷഅബാൻ 1 തുടങ്ങുകയാണ്. റമദാനാണ് തൊട്ടടുത്ത മാസം. ആത്മീയ ശുദ്ധി ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പാകപ്പിഴവുകളെ നാം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരങ്ങളെ, നാം മനസ്സും തമ്മിൽ ഒന്നിക്കണം. വിശ്വാസികളായ ആളുകൾ പരസ്പരം സാഹോദര്യത്തിൽ കഴിയണം. ഞാൻ സാഹോദര്യം മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി മാതൃകയാകണം. കണ്ടോ ഖുർആനിന്റെ വിശ്വാസികൾ, ആ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൽ വിശ്വാസമുള്ള പണ്ഡിതന്മാർ, ദീനിൽ വിശ്വാസമുള്ള ആലിമീങ്ങൾ, ദീനിൽ വിശ്വാസമുള്ള ഉമറാക്കൾ, ദീനിൽ വിശ്വാസമുള്ള സാധാരണക്കാർ എല്ലാവരെയും അള്ളാഹു ഐക്യത്തിലും യോജിപ്പിലുമാക്കുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഅ്റാജിന്റെ രാത്രിയിലെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി നേർക്കുനേരെ കണ്ട സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണ്ടയോ? 5 വഖത്ത് നിസ്കാരം, ഖളാ ഇല്ലാത്ത ജീവിതം, അതിന്റെ സുന്നത്തുകൾ അതിനൊപ്പം ഭംഗിയാക്കി നിർത്തുന്ന ജീവിതം, എല്ലാ ദിവസവും ജീവിതത്തിൽ അല്പമെങ്കിലും ഖുർആൻ പാരായണത്തിന്റെ രീതി. പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ എത്ര വർദ്ധിപ്പിക്കാൻ സാധിക്കും അത്ര, സ്വലാത്തുകളെ സാന്നിധ്യം എത്ര വർദ്ധിപ്പിക്കാൻ സാധിക്കും അത്, പാവങ്ങളെ കണ്ണീരൊപ്പാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്, അനാഥകളെ സംരക്ഷിക്കാൻ എത്ര സാധിക്കും, ഈ വക കാര്യങ്ങളൊക്കെ കുണ്ടൂർ ഉസ്താദിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ കുണ്ടൂരിലെയും പരിസര പ്രദേശത്തെയും പ്രവർത്തകന്മാർ അതൊക്കെ മാതൃകയാക്കി ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട്, റഹ്മാനും റഹീമുമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ചെയ്യാൻ പോകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ, വല്ലതും ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളൊക്കെ ഇത്രയും സമയം ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കുണ്ടൂർ ഉസ്താദിന്റെ ഒരു മജ്ലിസ് ആയതുകൊണ്ട് മാത്രമാണ്. ആരോഗ്യപരമായി വളരെ ക്ഷീണമുണ്ട് ഇമ്മിച്ചിക്കോയത്തങ്ങൾക്ക്. പടച്ചവനെ ആഫിയത്ത് കൊടുക്കണം റഹ്മാന്, റാഹത്ത് കൊടുക്കണം തമ്പുരാന്. ഞങ്ങളെ സയ്യിദന്മാർക്കെല്ലാം ദീർഘായുസ് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമുള്ള ആലിമീങ്ങൾക്കെല്ലാം ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമറാക്കൾക്ക് നൽകണേ അല്ലാ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. വാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, എല്ലാവിധ ആഫാത്ത് മുസീബത്തിൽ നിന്നും ഞങ്ങളെയും കുടുംബങ്ങൾ